വിവാദങ്ങളും അന്വേഷണങ്ങളും അതിന്റെ വഴിയെ നീങ്ങട്ടെ എന്ന അഴവഴമ്പൻ സമീപനമാണ് പുതിയ ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ പരിണിതഫലം എന്തായിരിക്കും? CPM അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ അന്വേഷണം പോകും എന്ന് തന്നെയാണ്. ജയകുമാറിനെ പോലെ നല്ല ഒന്നാം തരം ട്രാക്ക് റെക്കോർഡുള്ള ഒരാള് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം എന്താണ്? പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ CPM-ന്റെ രാഷ്ട്രീയമായ രക്ഷപ്പെടലിനുള്ള ഒരു ഉപാധിയായി ജയകുമാർ അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ പ്രതിച്ഛായ തൽക്കാലത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണോ? അതോ ദേവസ്വം ബോർഡിനെ, ശബരിമലയെ ശുദ്ധീകരിക്കാനുള്ള എന്തെങ്കിലും പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് ആളുകളുടെ മനസ്സിൽ ഉയരുന്നത്. ഒരു ശുദ്ധീകരണം ദേവസ്വം ബോർഡിൽ, പ്രത്യേകിച്ച് ശബരിമലയിൽ നടക്കുമോ എന്നാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്, ജയകുമാറിനെ പോലൊരു പ്രസിഡന്റ് പുതുതായിട്ട് അധികാരമേൽക്കുമ്പോഴും.